വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UG 6th സെമസ്റ്ററിലെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന പേപ്പറിലെ ലിറ്റററി ഫോംസ് എന്ന ഭാഗമാണ്. ഇതിൽ ആദ്യം ലിറിക് എന്ന ഫോമാണ് നോക്കാൻ പോകുന്നത്. ലിറിക് ഈസ് എ ഷോർട്ട് ഹൈലി മ്യൂസിക്കൽ സബ്ജക്റ്റീവ് പോം വിത്ത് പവർഫുൾ ഫീലിംഗ്സ്. തികച്ചും സബ്ജക്റ്റീവായിട്ടുള്ള, അതായത് വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൈലി മ്യൂസിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഷോർട്ട് പോംസ് ആണ്. പവർഫുൾ ഫീലിങ്സോട് കൂടിയ ഷോർട്ട് പോംസ് ആണ് ലിറിക് എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്രസസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓർ എ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ, തോട്ട് ആൻഡ് ഫീലിംഗ് റാദർ ദാൻ ടെൽ എ സ്റ്റോറി. ഒരു കഥ പറയുക എന്നതിനേക്കാൾ ഉപരി ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ മീൻസ് ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് എ മൈൻഡ്, ഒരു മാനസിക അവസ്ഥ, അതിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലിറിക് പോംസ് എഴുതുന്നത്. The mood is melodic and emotional and usually written in the first person. മെലഡിക് ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂഡാണ് ഉണ്ടാവുക. അതുപോലെ ഇത് ഫസ്റ്റ് പേഴ്സണിലാണ് എപ്പോഴും ഐ എന്ന് വെച്ചിട്ടാണ് സാധാരണ ഈ പോംസ് എഴുതുന്നത്. സ്പീക്കറുടെ ഇമോഷൻസിന്റെ പ്രൈവറ്റ് എക്സ്പ്രഷനാണ് ലിറിക്കിലൂടെ കാണുന്നത്. ഇതിൽ റൈം, മീറ്റർ തുടങ്ങിയിട്ടുള്ള എല്ലാ പോയറ്റിക് ഡിവൈസസും യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഒറിജിൻ ആൻഷ്യന്റ് ഗ്രീസ് ആണ്. എലിജി, ഓഡ്, സോണറ്റ്, ഡ്രമാറ്റിക് മോണോലോഗ് തുടങ്ങിയവയൊക്കെ ഇതിന്റെ സബ് കാറ്റഗറീസ് ആണ്. The next one is ode. Ode is a long lyric poem praising or glorifying an individual as in an event or an idea. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളെയോ ചില ആശയങ്ങളെയോ എന്തിനെങ്കിലും പ്രേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം കാണിക്കുന്നതിന് വേണ്ടി, പുകഴ്ത്തുന്നതിന് വേണ്ടി എഴുതുന്ന ലോങ് ആയിട്ടുള്ള ലിറിക് പോംസ് ആണ് ഓഡ് എന്ന് അറിയപ്പെടുന്നത്. സീരിയസ് ഇൻ സബ്ജക്ട്, ഡിഗ്നിഫൈഡ് ഇൻ സ്റ്റൈൽ ആൻഡ് ഇലാബറേറ്റ് ഇൻ സ്ട്രക്ചർ. സബ്ജക്റ്റ് വളരെ സീരിയസ്, വളരെ ഗൗരവമുള്ളതായിരിക്കും. അതിൻ്റെ സ്റ്റൈല് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റൈലിലാണ് എഴുതുക. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ നല്ല ലോങ് ആയിരിക്കും, അതായത് ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ്സ് റൈംഡ് ആൻഡ് വാരിഡ് ഇൻ ആൻഡ് ഇറഗുലർ മീറ്റർ ഇറഗുലർ ആയിരിക്കും, പക്ഷേ റൈംഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഷെല്ലീസ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. ലിറിക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സോണറ്റ് 18, ഷേക്സ്പിയറുടെ സോണറ്റ് 18, അതുപോലെ എഡ്മണ്ട് വാളറുടെ ഗേൾ ലവ്ലി റോസ്. ഇതൊക്കെ ലിറിക്കിന്റെ എക്സാമ്പിൾ ആണ്. ഷെല്ലീസ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്നുള്ളത് ഓഡ് എന്നുള്ളതിന് എക്സാമ്പിൾ ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് എലിജി. A sad poem written to praise and express sorrow for someone who dead. മരിച്ചുപോയ ആരെങ്കിലും പുകഴ്ത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ദുഃഖം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതുന്ന പോംസ് ആണ് എലിജി എന്ന് പറയുന്നത്. ഇത് ഗ്രീസിൽ നിന്ന് തന്നെയാണ് ഉടലെടുത്തിട്ടുള്ളത്. എക്സ്പ്രസ് ഡീപ് സോറോ ആൻഡ് മെലങ്കളിക് ടോൺ ആണ് ഇതിലുണ്ടാവുക. വളരെ ഡീപ് സോറോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം എലിജി എഴുതുന്നത്. ഇതിനൊരു സ്ട്രിക്റ്റ് റൂളൊന്നും ഇല്ല. ഇതിന്റെ തീമായിട്ട് വരുന്നത് ലവ്, സോറോ, മൊറാലിറ്റി, ഇവയൊക്കെ എലിജിക്ക് തീമായിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. എലിജിയുടെ സബ് ടൈപ്പ് ആണ് പാസ്റ്ററൽ എലിജി. ബോത്ത് ദ സ്പീക്കർ ആൻഡ് ദ പേഴ്സൺ ഹു ഈസ് മോൺഡ് ആർ, അതായത് സ്പീക്കറും ആരെക്കുറിച്ചാണോ വിലപിക്കുന്നത്, അതായത് മരിച്ചുപോയ ആള്, രണ്ടുപേരും ഷെപ്പേർഡ്സ് ആയിരിക്കും, അതായത് ആട്ടിടയന്മാരായിരിക്കും പാസ്റ്ററൽ എലിജിയിൽ. ഫോർ എക്സാമ്പിൾ, സ്പെൻസേഴ്സ് അസ്ട്രോഫിൽ. പാസ്റ്ററൽ എലിജിക്ക് ചില കൺവെൻഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. എലിജി തുടങ്ങുന്നത് മ്യൂസസിനെ സ്തുതിച്ചുകൊണ്ടാണ്. ഇതിൽ നേച്ചറും ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെഡായ മരിച്ചുപോയ ആളുടെ ഗാർഡിയൻസിനെയൊക്കെ അവരുടെ അശ്രദ്ധയുടെ പേരിൽ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ദിസ് എ പ്രൊസഷൻ ഓഫ് മണേഴ്സ്, അതായത് ഒരു പ്രദക്ഷിണം, ഈ ലഭിക്കുന്നവരുടെ ഒരു പ്രദക്ഷിണം നമുക്ക് ഇതിൽ കാണാം. പിന്നെ പോയറ്റ് വിധിയുടെ നീതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദിസ് എ ക്ലോസിംഗ്
കൺസലേഷൻ, അതായത് ഒരു ആശ്വാസത്തോടെയുള്ളൊരു ക്ലോസിങ്ങും ഇത്തരം എലിജികളിൽ കാണാൻ സാധിക്കും. The next one is epic. A long verse narrative on a serious subject told in a formal and elevated style and centered on a heroic figure on whose action depends the fate of a tribe, nation or the entire human race. എപ്പിക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹീറോ, അതായത് ഒരു നേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യവർഗത്തിൻ്റെ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രൈബിൻ്റെയോ നിലനിൽപ്പ് ആ ഒരു ഹീറോയുടെ ആക്ഷൻ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. അത്തരമൊരു ഹീറോയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഫോർമൽ ലാംഗ്വേജ്, ഫോർമൽ സ്റ്റൈലിൽ, എലിവേറ്റഡ് സ്റ്റൈലിൽ എഴുതുന്ന ലോങ് വേഴ്സ് നെറേറ്റീവാണ് എപ്പിക് എന്ന് പറയുന്നത്. അതിനൊരു സീരിയസ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. 2 ടൈപ്സ് എപ്പിക്സ് ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ ആണ്, മറ്റൊന്ന് ലിറ്റററി എപ്പിക്സ് ആണ്. ട്രഡീഷണൽ എന്ന് പറയുന്നത് നാഷണൽ അല്ലെങ്കിൽ ട്രൈബൽ ഹീറോസിനെ കുറിച്ച് പാടുന്ന വായ്പാട്ടുകൾ, അതായത് പാടിയിരുന്ന ഓറൽ പോയംസ് ആണ്. അത് എല്ലാം ചേർത്തിട്ടാണ് ട്രഡീഷണൽ എപ്പിക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹോമറുടെ ഇലിയഡ്, ഓഡിസി ഇതൊക്കെ ട്രഡീഷണൽ എപ്പിക്കിന് ഉദാഹരണങ്ങളാണ്. ലിറ്റററി എപ്പിക്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഫോംസിനെ ഇമിറ്റേറ്റ് ചെയ്ത്, ഇമിറ്റേഷൻ ഓഫ് ദ ട്രഡീഷണൽ ഫോം ആണ്. അത് ഫോർ എക്സാമ്പിൾ വിർജിൽസ് എയ്നറ്റ്, അതുപോലെ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നതും ഇതിന് ഉദാഹരണമാണ്. ഇതിന് ചില കൺവെൻഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ ഹീറോ ഒരു ഗ്രേറ്റ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഹീറോ ആയിരിക്കും. ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ലാർജർ സെറ്റിംഗ് ആയിരിക്കും. എക്സ്ട്രാ ഓർഡിനറി ആക്ഷൻസും യുദ്ധങ്ങളുമൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ദൈവങ്ങളും സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ജീവികളെല്ലാം ഇത്തരം ആക്ഷൻസിൽ, ഇത്തരം എപ്പിക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നറേറ്റ് ചെയ്യുന്നത് സെറിമോണിയൽ സ്റ്റൈലിലാണ്, ഓർഡിനറി സ്പീച്ച് സ്റ്റൈലിലല്ല, സെറിമോണിയൽ സ്റ്റൈലിലാണ് നറേറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സോണറ്റ്. സോണറ്റ് ഈസ് എ ലിറിക് പോയം ഓഫ് 14 ലൈൻസ്. 14 ലൈനുകളുള്ള ഒരു ലിറിക് പോയമാണ് സോണറ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് സോണറ്റ്സ് ഉണ്ട്. ഒന്നാണ് ഇറ്റാലിയൻ അഥവാ പെട്രാർക്കൻ സോണറ്റ്. സെക്കൻഡ് വൺ ഈസ് ഇംഗ്ലീഷ് ഓർ ഷേക്സ്പീരിയൻ സോണറ്റ്. പെട്രാർക്കൻ സോണറ്റിൽ 14 ലൈനുകളെ 8 ലൈനുകളുള്ള ഒരു ഭാഗമായിട്ടും 6 ലൈനുകളുള്ള ഒരു ഭാഗമായിട്ടും തിരിച്ചിട്ടുണ്ട്. 8 ലൈനുകളുള്ള ഭാഗത്തെ ഒക്ടേവ് എന്നും 6 ലൈനുകളുള്ളതിനെ സെസറ്റ് എന്നും പറയുന്നു. ഇതിൽ ഒക്ടേവിന്റെ റൈമിംഗ് സ്കീം ABBA ABBA എന്നായിരിക്കും. സെസറ്റിന്റെ റൈമിംഗ് സ്കീം CDE CDE അല്ലെങ്കിൽ CDC CDC ഇതിലേതെങ്കിലും. ഷേക്സ്പീരിയൻ സോണറ്റ് ABAB CD CD EF EF GG എന്ന റൈം സ്കീമിലാണുള്ളത്. അതിൽ ഫസ്റ്റ് 12 ലൈൻസ് 3 ക്വാർട്ടറൈൻസ് ആയിട്ടും ഒരു ലാസ്റ്റ് 2 ലൈൻസ് കപ്ലറ്റ് ആയിട്ടുമാണ് വേർതിരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ബലാഡ്. ഇറ്റ്സ് എ സോങ് ട്രാൻസ്മിറ്റഡ് ഓറലി വിച്ച് ടെൽസ് എ സ്റ്റോറി. ഇത് ഫോക്ക് സോങ്ങിന്റെ സ്പീഷീസിൽപ്പെട്ട ഒരു നെറേറ്റീവാണ്. ഇറ്റ് ഹാസ് എ സിംഗിൾ ഇൻസിഡന്റ് റിട്ടൺ ഇൻ സിമ്പിൾ ലാംഗ്വേജ്. സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള എന്തെങ്കിലും സിംഗിൾ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ആണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ മീൻസ് ഓഫ് ഡയലോഗ്. ഇതിൽ ഡയലോഗ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ലാബല, ഡെയിം സാൻസ് മേഴ്സി. ജോൺ കീറ്റ്സ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ട്രാജഡി. അരിസ്റ്റോട്ടൽ ഡിഫൈൻസ് ട്രാജഡി ആസ് ദ ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അരിസ്റ്റോട്ടിൽ ട്രാജഡി ഏത് രൂപത്തിലാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന്. ട്രാജഡിയിൽ നിന്ന് പിറ്റിയും ഫിയറും ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ പിറ്റിയും ഫിയർ കഥാസിസ് എന്നുള്ള പർഗേഷൻ ഓഫ് ഇമോഷൻസ് എന്ന ഒരു പ്രോസസ്സിലേക്ക് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇമോഷൻസിന്റെ പ്യൂരിഫിക്കേഷനും മൈൻഡിന്റെ പ്യൂരിഫിക്കേഷനും ഒക്കെ ട്രാജഡിയിലൂടെ നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ട്രാജഡിയാണ് ഹയസ്റ്റ് ഫോം ഓഫ് ലിറ്ററേച്ചർ, ഹയസ്റ്റ് ഫോം ഓഫ് ദ പോയട്രി.
ട്രാജഡിക്ക് 6 എലമെന്റ്സ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, മ്യൂസിക് ആൻഡ് സ്പെക്ടക്കിൾ. Tragedy is a serious play that deals with the misfortune and sufferings of man. ട്രാജഡി മനുഷ്യരുടെ സഫറിങ്സും മിസ്ഫോർച്യൂൺ, നിർഭാഗ്യങ്ങളൊക്കെ കാണിക്കുന്ന ഒന്നാണ്. അതുപോലെ ട്രാജിക് ഹീറോ അത്ര മോശക്കാരനും ആവാൻ പാടില്ല, വളരെ നല്ലവനും ആവാൻ പാടില്ല. വളരെ നല്ലവനായാൽ അയാൾക്കൊരു എന്തെങ്കിലും ഒരു ട്രാജഡി സംഭവിച്ചാൽ ജനങ്ങളിൽ അത് പിറ്റിയും ഫിയറും ഒന്നും ഉണ്ടാക്കുകയില്ല. വളരെ മോശപ്പെട്ട ഒരാളാണെങ്കിലും ഉണ്ടാക്കുകയില്ല. ഒരു മീഡിയം ലെവലിലുള്ളൊരു ഹീറോ ആണെങ്കിലാണ് അയാൾക്ക് എന്തെങ്കിലും ട്രാജഡി സംഭവിക്കുമ്പോൾ കാണികളിൽ പിറ്റിയും ഫിയറും ഉണ്ടാകുന്നത്. ഇങ്ങനെ ഹീറോക്ക് സംഭവിക്കുന്ന ട്രാജിക് ഫ്ലോ ഹമാഷ്യ എന്ന പേരിലാണ് അരിസ്റ്റോട്ടിൽ വിളിച്ചിട്ടുള്ളത്. പ്ലോട്ട് 2 രൂപത്തിലുണ്ടെന്ന് പറഞ്ഞിരുന്നു, കോംപ്ലക്സ് ആൻഡ് സിമ്പിൾ പ്ലോട്ട്. കോംപ്ലക്സ് പ്ലോട്ടിൽ പെരിപ്പേഷ്യയും അനഗ്നോസിസും ഉണ്ടാവും. പെരിപ്പേഷ്യ മീൻസ് റിവേഴ്സൽ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് അനഗ്നോസിസ് ഇസ് ദ റെക്കഗ്നിഷൻ ഓർ ഡിസ്കവറി. സിമ്പിൾ പ്ലോട്ടിൽ ഇതൊന്നും സിമ്പിൾ പ്ലോട്ടിൽ പസിലിംഗ് സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് പെരിപ്പേഷ്യയും അനഗ്നോസിസും ഒന്നും ഉണ്ടാവില്ല. മോഡേൺ ട്രാജഡിയിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെയുള്ള ഒരു ഹീറോ അല്ല ഉള്ളത്. വളരെ ഹൈ റാങ്കിലുള്ള ഹീറോസ് ഒന്നും കാണില്ല. വളരെ സഫർ ചെയ്യുന്ന താഴെക്കിടയിലുള്ള ഹീറോസിനെയാണ് മോഡേൺ ട്രാജഡിയിൽ ക്യാരക്ടേഴ്സായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കോമഡി. കോമഡി സെറ്ററിൽ നിന്നുണ്ടായതാണ്. ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി ആയിട്ടുള്ള ഡൈനേഷ്യസിന്റെ ഫാലിക് സോങ്ങിൽ നിന്നാണ് ഈ സെറ്റയർ ഉത്ഭവിച്ചിട്ടുള്ളത്. കോമഡി മനുഷ്യർ എത്രമാത്രം വേർഡ്സ് ആണ്, എത്ര ചീത്തയാണോ അതിനേക്കാളും കുറച്ചുകൂടി ചീത്തയായിട്ടാണ് മനുഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സറ്റയർ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെയാണ് പരിഹസിക്കുന്നത്. കോമഡി അയാളിലുള്ള തെറ്റുകളെയാണ് പരിഹസിക്കുന്നത്. കോമഡിയുടെ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സ്വഭാവം, ജീവിത രീതികളൊക്കെ നന്നാക്കുക എന്നുള്ളതാണ്. നിക്കോളാസ് ഉഡാൽസിന്റെ റാൽഫ് റോയ്സ്റ്റർ ഡോയിസ്റ്റർ എന്നതാണ് ഇംഗ്ലീഷിലെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള കോമഡി. ബെൻ ജോൺസൺ ഒരു ഫേമസ് ആയിട്ടുള്ള കോമഡി റൈറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വാൽപോൺ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഫൈൻ എക്സാമ്പിൾ ആണ് കോമഡി ഓഫ് ഹ്യൂമറിന്റെ. ബെൻ ജോൺസൺ ഒരു ഫേമസ് കോമഡി റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ട്രാജിക് കോമഡി. ഇതിലെ ക്യാരക്ടേഴ്സ് ഹൈ റാങ്കിലുള്ളവരും ലോ ഡിഗ്രിയിലുള്ളവരും ഉണ്ടായിരിക്കും. പ്രോട്ടഗോണിസ്റ്റിന് ഒരു വലിയ ട്രാജഡി സംഭവിക്കുകയും പിന്നീട് ഹാപ്പിയിൽ എൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് ഇത്തരം ട്രാജിക് കോമഡികളിൽ കാണുന്നത്. ഷേക്സ്പിയറുടെ മെർച്ചന്റ് ഓഫ് വെനീസ് എന്നുള്ളത് ഇതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫാർസ്. ഇറ്റ്സ് എ ലൈറ്റ് ഡ്രമാറ്റിക് വർക്ക് വിത്ത് ഇംപ്രോബബിൾ പ്ലോട്ട് ആൻഡ് എക്സാജറേറ്റഡ് ക്യാരക്ടേഴ്സ്. ഇത് കോമഡിയേക്കാൾ ഇൻഫീരിയർ ആയിട്ടുള്ള ഒന്നാണ്. അവിശ്വസനീയമായിട്ടുള്ള പ്ലോട്ടും എക്സാജറേറ്റഡ് അതായത് അതിശയോക്തി കലർന്നിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ് ഇതിന്റെ പ്രത്യേകത. ഇല്ലിസിറ്റ് ലവ്, സ്റ്റുപ്പിഡിറ്റി, സ്റ്റബോണസ് ഇവയൊക്കെയാണ് ഇതിന്റെ തീംസ് ആയിട്ട് വരുന്നത്. ഷേക്സ്പിയറുടെ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്നുള്ളത് ഇതിനൊരു ഉദാഹരണമാണ്. നെക്സ്റ്റ് വൺ ഈസ് മെലോ ഡ്രാമ. ദീസ് ആർ മ്യൂസിക്കൽ പ്ലേസ് ഇൻക്ലൂഡിംഗ് ഒപ്പേറ. മെലോസ് എന്നാൽ സോങ് എന്നാണ് അർത്ഥം. മെലോ ഡ്രാമ എന്നാൽ മ്യൂസിക്കൽ ഡ്രാമ. ഇതിലെ ഹീറോയും ഹീറോയിനുമെല്ലാം വളരെ നല്ല എംബഡിമെന്റ്സ് ഓഫ് വേർച്യൂ, വളരെ നല്ലതിനെ മാത്രം സൂചിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ വില്ലൻ ഒരു മോൺസ്റ്റർ ആയിരിക്കും, ഒരു തെറ്റുകളുടെ രാജാവായിരിക്കും. അവിശ്വസനീയമായിട്ടുള്ള സംഭവങ്ങളും സെൻസേഷണൽ ആക്ഷൻസ് ഒക്കെയുള്ള ഒരു മ്യൂസിക്കൽ പ്ലേ ആണ് മെലോ ഡ്രാമ. The next one is Masque. Masque was a dramatic entertainment with the French and English aristocracy during the 16th and 17th century. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും എല്ലാം ഇംഗ്ലണ്ടിലും ഫ്രഞ്ചിലും ഒക്കെ കണ്ടിരുന്ന ഒരു ഡ്രമാറ്റിക് എന്റർടൈൻമെന്റ് ആണ് മാസ്ക്. ഇതിൽ പ്ലോട്ട്, ക്യാരക്ടർ, ഈവൻ ഡയലോഗ് വരെ അതിനെയൊക്കെ
സബോർഡിനേറ്റ് ചെയ്തിരുന്ന സ്പെക്ടക്കിൾ ദൃശ്യാവിഷ്കാരങ്ങളും മ്യൂസിക്കും ദൃശ്യാവിഷ്കാരങ്ങളും കൊണ്ട് പ്ലോട്ടിനെയും ക്യാരക്ടറിനെയും ഡയലോഗിനെയും ഒക്കെ സബോർഡിനേറ്റ് ചെയ്യാതെ ഇവർക്ക് പ്ലോട്ടിനും ക്യാരക്ടറിനും ഡയലോഗിനൊക്കെ പകരം സ്പെക്ടക്കിളും മ്യൂസിക്കുമാണ് ഉണ്ടായിരുന്നത്. മാസ്കിലെ ക്യാരക്ടേഴ്സ് മന്ത്രവാദികളും അതുപോലെ ദേവതകളുമൊക്കെ ആയിരുന്നു. മിൽട്ടന്റെ കോമസ് എന്നുള്ളത് മാസ്കിന് ഒരു എക്സാമ്പിളാണ്. ഷേക്സ്പിയറുടെ ദ ടെമ്പസ്റ്റ് എന്ന ഡ്രാമയിലും മാസ്കിന്റെ ഒരു എലമെന്റ് ഒരു സീനിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് സെറ്റർ. സെറ്റർ മീൻസ് പരിഹസിക്കലാണ്. ഏതെങ്കിലും വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെയോ പരിഹസിച്ചുകൊണ്ട് എഴുതുന്ന പോയട്രി അല്ലെങ്കിൽ ഡ്രാമയൊക്കെയാണ് സെറ്റയർ. ഇത് ഇതിൽ നിന്നാണ് കോമഡി ഉണ്ടായിട്ടുള്ളത്. അതായത് സെറ്റയർ ഉണ്ടായിട്ടുള്ളത് ഡയനീഷ്യസിന്റെ ഫാലിക് സോങ്സിൽ നിന്നാണ്. 4 ടൈപ്സ് ഓഫ് സെറ്റയർ ഉണ്ട്. ഫോമർ സെറ്റയർ, ഹെറേഷ്യൻ സെറ്റയർ, ജുവനേലിയൻ സെറ്റയർ, ഇൻഡയറക്റ്റ് സെറ്റയർ. ഇത്രയുമാണ് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.